കുണ്ടല തടാകം, അതിനു ചുറ്റുമുള്ള പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും പാർവണ അത്ഭുതത്തോടെ നോക്കി. തടാകത്തിൽ തട്ടിച്ചിതറുന്ന തിളങ്ങുന്ന സൂര്യരശ്മികൾ വല്ലാത്തൊരു അനുഭവമായിരുന്നു. കുണ്ടലയുടെ പ്രകൃതി ഭംഗിയെല്ലാം ശിഖ അവളുടെ ഫോണിൽ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. അവൾ ശ്രാവണിയെയും നീലിമയെയും ഇന്ദിരയും ചേർത്ത് സെൽഫികൾ എടുത്തു കൂട്ടി. പാർവണയെ കണ്ട പാവം നടിച്ചില്ല. ഒറ്റപ്പെടലാണ് ഏറ്റവും വലിയ വേദനയെന്ന് പാർവണയ്ക്ക് തോന്നി. തൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അവളുടെ മിഴികൾ സ്വയം അറിയാതെ നനഞ്ഞു. അപ്പോഴാണ് അവളുടെ കയ്യിലിരുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. ഒറ്റ കുതിപ്പിന് അവളത് കടന്നെടുത്തു. ഈശ്വര, ആദിയേട്ടൻ! പാർവണ! അകലങ്ങളിൽ നിന്ന് ആദിയുടെ സ്വരം കേട്ടു. ആദിയേട്ടാ! പാർവണ കരഞ്ഞുപോയി. മോളെ, നീ എവിടെയാ? ആദിയുടെ ആ വിളി കേട്ട് പാർവണ വീങ്ങിപ്പോയി. വല്ലപ്പോഴും സ്നേഹം കൂടുമ്പോൾ അവൻ അവളെ അങ്ങനെ വിളിക്കാറുണ്ട്. ഞാൻ മൂന്നാറില്ല, എത്തിയിട്ട് കുറച്ച് നേരമായി. അവളുടെ ശബ്ദം ഇടറി. നിനക്ക് വല്യമ്മ പോന്നുമ്പോൾ പോരായിരുന്നില്ലേ? കുറച്ചു മുൻപ് വല്യമ്മ വിളിച്ചിരുന്നു. വല്യമ്മ കുറെ നേരമായി ട്രൈ ചെയ്തുകൊണ്ടായിരുന്നത്രേ. റേഞ്ചിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഞാനും ആദ്യേട്ടനെ കുറെ വിളിച്ചു. എന്നോട് ക്ഷമിക്കണം. ഇതിന്റെ പേരിൽ വഴക്കിടരുത്. വല്യമ്മയുടെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് മറുത്തു പറയാൻ തോന്നിയില്ല. മണ്ടത്തരമാണെന്നറിയാം. പക്ഷേ എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ മറുവശത്ത് നിശബ്ദയായിരുന്നു. പാർവണയ്ക്ക് ടെൻഷനായി. എന്താ ഒന്നും മിണ്ടാത്തത്? ഇതിന്റെ പേരിൽ വഴക്കിടില്ല ആദ്യേട്ടാ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. പ്ലീസ്. ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ആരോടെങ്കിലും എന്തെങ്കിലും മറുത്ത് പറയാൻ തുടങ്ങിയത് തന്നെ ആദ്യേട്ടനെ കണ്ടുമുട്ടിയതിനു ശേഷമാണ്. ഒന്ന് സ്നേഹിക്കാനോ സമാധാനിപ്പിക്കാനോ ആരും ഉണ്ടായിട്ടില്ല. കിട്ടുന്ന തല്ല് വാങ്ങി മിണ്ടാതിരിക്കാനാണ് അമ്മായി എന്നും ശീലിപ്പിച്ചത്. എതിർത്ത് പറഞ്ഞാൽ പിന്നെയും അടി കിട്ടും. അമ്മാമ്മയല്ലാതെ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അമ്മാമ്മയാണെങ്കിൽ അമ്മായിയുടെ നാക്കിന് മുന്നിൽ എന്നും തോറ്റുപോയ ഒരാളാണ്. പാർവണ പൊട്ടിക്കരഞ്ഞു. ആദിക്ക് അവൾ പറഞ്ഞു കേട്ട് സങ്കടം തോന്നി. എപ്പോഴെന്നതുപോലെ അവന്റെ നെഞ്ചിൽ അലിവ് ചുരന്നു. ഏയ് പാറുക്കുട്ടി, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എനിക്ക് മനസ്സിലാകും. അതിനെന്റെ പാറുക്കുട്ടി ഒരു തെറ്റും ചെയ്തില്ലല്ലോ. വല്യമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ അലിഞ്ഞുപോയി. പിന്നെ നിന്നോടുള്ള മുത്തശ്ശിയുടെയും ശിഖയുടെയും ഒക്കെ മനോഭാവം പൂർണ്ണമായും വല്യമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകുമില്ല. ഒന്നാമത് വല്യമ്മ ഒരു ശുദ്ധഗതിക്കാരിയാണ്, കുറെയൊക്കെ നിന്നെപ്പോലെ. രണ്ടാമത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായി നിൽക്കുന്ന ആളുമല്ലല്ലോ എല്ലാവരെയും മനസ്സിലാക്കാൻ. അപ്പോ എന്നോട് ദേഷ്യമില്ലേ? ഇല്ല. എന്തിന്? പാർവണ കണ്ണീരിനിടയിൽ ചിരിച്ചു. ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യേട്ടനെ വല്ലാതെ മിസ് ചെയ്തു. ഇവിടുത്തെ പൂക്കളും മഞ്ഞും മരങ്ങളും ഒക്കെ കാണുമ്പോൾ എന്തോ സങ്കടം വരുവാ. അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പാറുക്കുട്ടി? ഇവിടെ ഞാൻ കുറെ പ്രോബ്ലംസിന്റെ നടുവിലാണ്. എന്നാലും നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വരാം. അവർ നിന്നെ എന്തെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കുന്നുണ്ടോ? ഇല്ല ആദ്യേട്ടാ, കുഴപ്പമൊന്നുമില്ല. നാളെ രാവിലെ തിരക്കുമല്ലോ. ഇപ്പോൾ തന്നെ 3 മണിയായില്ലേ? അവരെന്നോട് അധികം സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ശരി, ഫുഡൊക്കെ നന്നായി കഴിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. പിന്നെ ആദ്യം എന്തോ പറയാൻ തുടങ്ങിയതും പിന്നെ ഒന്നും കേൾക്കാത്ത പറ്റാത്ത പോലെ പാർവണയ്ക്ക് തോന്നി. ഹലോ ആദ്യേട്ടാ, ഹലോ. അപ്പുറത്തുനിന്ന് പ്രതികരണം ഉണ്ടായില്ല. വീണ്ടും റേഞ്ച് പോയെന്ന് തോന്നി. ഫോണുടൻ കട്ടാവുകയും ചെയ്തു. പാർവണ തിരിച്ചു വിളിച്ചപ്പോൾ പരിധിക്ക് പുറത്താണെന്ന് കേട്ടു. എങ്കിലും അവൾക്ക് വലിയ സമാധാനം തോന്നി. ആള് തന്നെ വിളിച്ചല്ലോ, സ്നേഹത്തോടെ സംസാരിച്ചല്ലോ, തന്നോട് ഇഷ്ടവും കരുതലെല്ലാം ഉണ്ട്. പാവം. അവൾ കണ്ണീരിലും പുഞ്ചിരിച്ചു. കുണ്ടല ഡാമിനോട് ചേർന്നുള്ള തടാകത്തിൽ ബോട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ശിഖ എല്ലാവരും നോക്കി. നമുക്കും പോയാലോ മുത്തശ്ശി? പിന്നെന്താ, ഇവിടെ ഇവരെ വന്നിട്ട് ചുമ്മാ തിരിച്ചു പോകാനോ? ഇന്ദിര ചിരിച്ചു. റോസ് ഗാർഡനിൽ പോകാമെന്ന ഒരു ആലോചനയുണ്ട്. ഇവിടെ നിന്ന് കുറച്ചുണ്ട്. ഒരുപാട് പ്രാവശ്യം ഇതൊക്കെ കണ്ടിട്ടുള്ളതാ. എന്നാലും വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു അല്ലേ? ശിഖ അമ്മായിമാരോട് ചോദിച്ചു. ഇതൊക്കെ ഒരു തവണ പോലും കാണാൻ ഭാഗ്യമില്ലാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതും കൂടി ഒന്ന് പരിഗണിക്കണേ ശിഖമോളെ, ശ്രാവണി പറഞ്ഞു. അത് കേട്ട് പാർവണ ഒഴികെ എല്ലാവരും ചിരിച്ചു. അവരെല്ലാവരും ഡാമിൽ സവാരി നടത്തുമ്പോൾ അവൾ മാറി നിന്നതേയുള്ളൂ. ആകാശത്ത് സന്ധ്യ കുങ്കുമവർണ്ണം വിതറിയതും ശിഖയും കൂട്ടരും ഡാമിലെ സവാരി നിർത്തിയിരുന്നില്ല. പാർവണ ആ സമയം അത്രയും അകലെ മാറി ഒരു പൂമരത്തിന് കീഴിലെ ചാരുബെഞ്ചിലിരുന്ന് ആദിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ആ ഒരു പുരുഷൻ തൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു തൻ്റെ അവസ്ഥ? അമ്മായി തന്നെ ശരവണന് വിറ്റേനെ. അല്ലെങ്കിൽ അതിലും വീടനായ വേറൊരാൾക്ക് താൻ നരകിൽ ജീവിക്കേണ്ടി വന്നേനെ. ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആ നിമിഷം താൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. അന്ന് ശരവണന്റെ താലി കഴുത്തിൽ വീഴുമെന്ന് തോന്നിയ നിമിഷം താനത് ചിന്തിച്ചുറപ്പിച്ചതായിരുന്നു. താനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ആദ്യേട്ടൻ കാരണമാണ്. പിന്നെ താൻ അങ്ങോട്ട് അദ്ദേഹത്തെ വല്ലാതെ മോഹിച്ചുപോയി. അർഹതയില്ലെന്ന് എത്രയൊക്കെ സ്വയം ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ഹൃദയം അതൊന്നും കേട്ടില്ല. ഉപാധികളോടെ ആണെങ്കിലും അദ്ദേഹം തന്നെ സ്വീകരിച്ചു. പക്ഷേ ഓരോ നിമിഷവും ഓരോ നൊടിയിലും തൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തോടുള്ള സ്നേഹവും പ്രണയം കൂടിക്കൂടി വരുന്നു. എന്തുകൊണ്ട് താൻ ആഗ്രഹിക്കുന്ന പോലെ അദ്ദേഹത്തെ തനിക്ക് കിട്ടുന്നില്ല? എന്തെല്ലാമോ പ്രശ്നങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തങ്ങൾക്കിടയിലേക്ക് വരുന്നു. പാർവണ ഇരിക്കുന്ന ബെഞ്ചിന് സമീപമുള്ള മരത്തിൽ നിറയെ കടുമഞ്ഞപ്പൂക്കളായിരുന്നു.
അത് അവളുടെ ശിരസിലും സാരിയുടെ തുമ്പത്തും പാതകളിലൊക്കെ വീണ് കിടന്നു. നേരത്തെ തണുപ്പ് അരിച്ചരിച്ച് ദേഹത്തെ കയറുന്നത് അവൾ അറിഞ്ഞു. ഒത്തിരി ആഗ്രഹിച്ചതാണ് ആദ്യേട്ടനോടൊപ്പം ഇങ്ങനെയൊരു യാത്ര. പക്ഷേ താനിപ്പോൾ ഒറ്റയ്ക്കാണ്. തന്നെ ഒരു വിധത്തിലും അംഗീകരിക്കാത്ത, ഏതു നേരവും പരിഹസിക്കാൻ മാത്രം താല്പര്യമുള്ള കുറച്ച് ആളുകളുടെ നടുക്ക്. അവരുടെ ഇടയിൽ താൻ എങ്ങനെയാണ് എത്ര മനോഹരമെന്ന് പറഞ്ഞാലും ഈ ഭൂപ്രകൃതി ആസ്വദിക്കുക. അദ്ദേഹം തന്നെ മനസ്സിലാക്കിയത് മാത്രമാണ് ഒരു സമാധാനം. ബോട്ടിംഗ് കഴിഞ്ഞപ്പോൾ എല്ലാവരും തളർന്നതിനാൽ റോസ് ഗാർഡനിൽ പിന്നെ പോകാമെന്ന് തീരുമാനമായി. എല്ലാവരും കൂടി റെസ്റ്റോറൻറ്റിൽ കയറി കാപ്പിയും സ്നാക്സും പറഞ്ഞു. പല വിധത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മേശയ്ക്ക് മുന്നിൽ നിരന്നു. പാർവണയ്ക്ക് ഒന്നും കഴിക്കാൻ തോന്നിയില്ല. അവൾ വെറുതെ കാപ്പി മാത്രം ഊതി ഊതി കുടിച്ചിരുന്നു. കുറേ നേരമായാലും നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും എടുത്ത് കഴിച്ചുകൂടെ? അതോ തമ്പുരാട്ടിക്കൊന്നും പിടിക്കില്ലെന്നുണ്ടോ? കുറച്ചു കഴിഞ്ഞതും ഇന്ദിര അമർഷത്തോടെ പാർവണയോട് ചോദിച്ചു. എനിക്ക് വിശപ്പില്ല. പാർവണയുടെ ശബ്ദം താഴ്ന്നു. ഇത്രയ്ക്ക് താല്പര്യമില്ലായിരുന്നെങ്കിൽ എന്തിനാണോ ഞങ്ങളുടെ കൂടെ കെട്ടിയെടുത്തത്? ഞങ്ങൾ ആരും നിർബന്ധിച്ചില്ലല്ലോ. ഒന്നിനും സഹകരിക്കുകയുമില്ല, ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുകയുമില്ല. വല്ലാത്ത വർഗം തന്നെ. ഇന്ദിര വീണ്ടും പറഞ്ഞു. മനഃപൂർവ്വം കഴിക്കാത്തതാ മുത്തശ്ശി. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് വീട്ടിൽ ചെന്നിട്ട് ഏട്ടനോട് നമ്മൾ പട്ടിണി കിട്ടുന്ന പരാതി പറയാൻ. ഏട്ടനാണെങ്കിൽ എന്തെങ്കിലും കേൾക്കാനിരിക്കുകയാണല്ലോ, അതും പറഞ്ഞ് നമ്മുടെ മെക്കിട്ട് കയറാൻ. ഷിഗയുടെ വർത്തമാനവും കൂടി കേട്ടപ്പോൾ പാറവണിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഞാൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് എന്തും പറയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ കൂടെ ഞാൻ വന്നത് മുതൽ നിങ്ങളുടെ വായിൽ നിന്ന് പരിഹാസമല്ലാതെ വന്നിട്ടില്ല. ഞാൻ നിങ്ങളുടെ കൂടെ കൂടില്ലെന്ന് ഷിഗയുടെ മുത്തശ്ശി പറഞ്ഞല്ലോ. നിങ്ങൾ എന്നോട് മര്യാദയ്ക്ക് പെരുമാറുന്നുണ്ടോ? ഇതുവരെ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതീരെ യാത്രയിലും അങ്ങനെ തന്നെ. ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ ആരുടെയും മുഖം വിചാരിച്ചിട്ടില്ല. ആ സമയത്ത് വല്യമ്മ വിഷമിക്കുന്ന കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. ഞാൻ കാരണം വല്യമ്മയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ഓർത്തിട്ട് മാത്രമാണ് ഇതിന് തുനിഞ്ഞത്. കാരണം ഞാൻ വന്നു കയറിയ നാൾ മുതൽ അവരെനിക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട്. നിങ്ങളോ ഏതു നേരവും കളിയാക്കുന്നു, മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നു. ഞങ്ങൾ നിന്നോട് നന്നായി പെരുമാറിയില്ലെന്നോ? ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും നിന്റെ കാര്യം ശ്രദ്ധിക്കാനാണ് ഞാൻ ശിഖമോളോട് പറഞ്ഞത്. ഈശ്വരാ, ഭർത്താവിന്റെ വീട്ടുകാരെ ഇഷ്ടമല്ലെന്ന് കരുതി ഇങ്ങനെ കള്ളം പറയുന്നവരുണ്ടോ? ഇന്ദിര അത്ഭുതം ഭാവിച്ചു. പാർവണി ഒന്ന് ചിരിച്ചു. വേദനയുടെ ശരി. അത് ശരിയാ, നീണ്ട യാത്രയുടേതാവാം. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ രാവിലെ ആകെ 2 ഇഡലി കഴിച്ചിരുന്നുള്ളൂ. നിങ്ങളെല്ലാവരും ഓരോന്ന് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് നോൺ വെജ് വേണ്ടാത്തത് കൊണ്ട് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ വെജിറ്റബിൾ ബിരിയാണി മതിയെന്ന് പറഞ്ഞു. അത് പകുതിയോളം കഴിക്കുകയും ചെയ്തു. ബാക്കി കൂടി കഴിക്കാനുള്ള വിശപ്പുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ആ സമയത്ത് നിങ്ങളെന്താ മുത്തശ്ശി കൊച്ചുമോളോട് പറഞ്ഞത്? പാർവണയ്ക്ക് വയറ് നിറച്ച് ഇനിയും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്ക്. നമ്മുടെ വീട്ടിൽ വരുന്നത് വരെ അവൾ ഇത്രയും നല്ല ഫുഡൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാകില്ലല്ലോ എന്ന്. അവൾക്ക് ആർത്തി തീരും വരെ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. പാർവണയ്ക്ക് വാക്കുകൾ ഇടറി. കണ്ണുകൾ തുളുമ്പിയിട്ട് അവൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു വറ്റിയിറക്കാൻ സാധിച്ചില്ല. നിങ്ങൾ വലിയ തറവാട്ടുകാരൊക്കെ ആയിരിക്കും, പക്ഷേ നിങ്ങളെപ്പോലെ പണക്കാരിയല്ലെങ്കിലും എനിക്കുമുണ്ട് അഭിമാനം. അതുകൊണ്ട് ഞാൻ കുടിച്ച ഈ കാപ്പിയുടെ കാശ് ഞാൻ കൊടുത്താലാം. ക്ഷോഭം കൊണ്ട് പാർവണയുടെ ചുണ്ടുകൾ വിറച്ചു. പിന്നെ ഷിഗയുടെ ഏട്ടൻ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് സത്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. ഞാൻ നിങ്ങളുടെ കൂടെ വന്നെന്ന് കരുതി എന്നെ എന്തും പറയാനുള്ള ലൈസൻസ് ആണ് അതൊന്നും വിചാരിക്കേണ്ട. നിങ്ങളെപ്പോലെ മൂർച്ചയേറിയ നാക്ക് എനിക്കുമുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് പോലെയും ഞാനത് മറ്റുള്ളവരെ തരം താഴ്ത്താനും വേദനിപ്പിക്കാനും ഉപയോഗിക്കാറില്ലെങ്കിലും. പക്ഷേ ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്. എന്നെ ആക്ഷേപിക്കാൻ നിൽക്കരുത്. പിന്നെ ഞാൻ വല്ലതും പറഞ്ഞിട്ട് ഷിഗയും മുത്തശ്ശിയും അമ്മായിമാരും വിഷമിക്കാൻ നിൽക്കരുത്. പാർവണ അത് പറഞ്ഞതും ഷിഗയുടെ മുഖം കടുത്തു. ഇതെന്താ ചന്തയോ? ഇങ്ങനെ കിടന്ന് കലബിൽ സംസാരിക്കാൻ ഒരു മാനേഴ്സ് വേണ്ടേ? നിങ്ങൾക്കത് ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞങ്ങളുടെ കുടുംബം നല്ല അന്തസ്സുള്ളതാ. ആരാണ് ഷിഗ കലബില സംസാരിച്ചത്? നിന്റെ മുത്തശ്ശിയെല്ലാം തുടങ്ങി വെച്ചത്. പിന്നെ നീയും കൂടി ചേർന്നു. ഞാനൊന്നും മിണ്ടാതിരുന്നാൽ നിങ്ങൾ എല്ലാവരും എൻ്റെ തലയിൽ കയറും. അതുകൊണ്ട് അങ്ങനെ മിണ്ടാതിരിക്കാൻ എനിക്കിപ്പോൾ മനസ്സില്ല. നിങ്ങളൊന്ന് പറഞ്ഞാൽ ഞാൻ 10 പറയും. ഇതെല്ലാം ആദ്യേട്ടനെ അറിയിക്കുകയും ചെയ്യും. എന്തായാലും ഞാൻ തലയണമാത്രം കൊണ്ട് അദ്ദേഹത്തെ മയക്കി വെച്ചിരിക്കുകയാണെന്നാണല്ലോ പറച്ചിൽ. അതുകൊണ്ട് വീട്ടിലെത്തുന്നത് വരെ എനിക്ക് സമാധാനം തരുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പാർവണയോട് മറുത്ത് പറയാൻ ഷിഗയ്ക്ക് പെട്ടെന്ന് മറുപടി ഒന്നും കിട്ടിയില്ല. മാത്രമല്ല ആദ്യം ഇതൊന്നും അറിയുന്നതിലും അവൾക്ക് താല്പര്യമില്ലായിരുന്നു. ഉത്തരം മുട്ടിയതും അവൾ പല്ല് കടിച്ച് പാർവണയെ തുറച്ചു നോക്കി. പാർവണ യാതൊരു കൂസലുമില്ലാതെ ചായ ഊതി കുടിച്ചു. കുറേ നേരത്തേക്ക് അവിടെ നിശബ്ദത പരന്നു. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയതും എല്ലാവരും വിശ്രമിക്കാനായി ഹോട്ടലിലേക്ക് പോയി. രാത്രിയിൽ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട്. അതിനെല്ലാവരും വരണം കേട്ടോ. ഒരു 9 മണി കഴിഞ്ഞിട്ട് മതി. ആ സമയത്ത് രാത്രി കാണാൻ നല്ല ഭംഗിയാ. ഇന്ദിര ആരോടൊന്നില്ലാതെ പറഞ്ഞു. ആ, നല്ല രസമായിരിക്കും. ഒന്നാമത് നല്ല തണുപ്പല്ലേ. നമുക്ക് രാത്രി കുറേ നേരം ആകാശത്തിന് കീഴിൽ വിശേഷമൊക്കെ പറഞ്ഞിരിക്കാം. ശ്രാവണി സന്തോഷത്തോടെ സമ്മതിച്ചു. ബസ്സിൽ എല്ലാവർക്കുമുള്ള കമ്പിളിപ്പുതുപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ഇങ്ങോട്ട് എടുക്കണോ അതോ? നീലിമ ചോദിച്ചു. എന്തിന്? അത് രാത്രി എടുത്താൽ പോരെ? ഇപ്പോൾ പോലെ തണുപ്പില്ലല്ലോ.
എന്തായാലും നമ്മൾ കൊണ്ടുവന്ന കമ്പിളി പൊതിച്ചേ കിടക്കാൻ പറ്റും മുത്തശ്ശി. ഹോട്ടലിലെ ബെഡ്ഷീറ്റ് ഒന്നും ഈ തണുപ്പിന് പോരാതെ വരും, ഷികയും പറഞ്ഞു. പാർവണ എല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുകയായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരവരുടെ റൂമുകളിൽ പോയി. ശ്രാവണയും നീലിമയും കൂടി ഒരു ഡബിൾ റൂം പങ്കിട്ടു. പരസ്പരം പെൺമക്കളുടെ കാര്യത്തിൽ കൊമ്പു കോർക്കാറുണ്ടെങ്കിലും ബാക്കി എല്ലാത്തിനും അവർ ഒരു കൈയായിരുന്നു. ഇന്ദിര ഷികയുടെ മുറിയിലേക്ക് പോയി. അവർക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്കാകുക ബുദ്ധിമുട്ടായുണ്ടായിരുന്നു. പാർവണ മാത്രം ഒറ്റയ്ക്ക് റൂമിൽ തങ്ങേണ്ടി വന്നു. അവരെ അവർ തങ്ങളുടെ മുറിയിലേക്ക് വിളിക്കുകയോ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട എന്ന് പറയുകയോ ചെയ്തില്ല. അവൾ മൂടിക്കെട്ടിയ മനസ്സോടെ ഡോറടച്ച് ബെഡിനരികിലേക്ക് നടന്നു. വെള്ളയിൽ നീലപ്പൂക്കൾ തുന്നി ഷീറ്റ് വിരിച്ച മനോഹരമായ ബെഡിൽ ചെന്നിരുന്നു. ജാലകങ്ങളിലും നീല കർട്ടനുകളായിരുന്നു ഇട്ടിരുന്നത്. അവൾ അതിലൂടെ നോക്കി. അകലെ മരങ്ങൾക്കിടയിൽ ആകാശം തുടുത്തു നിൽക്കുന്നു. അവൾ ബെഡിലിരുന്ന് വീണ്ടും മൊബൈൽ എടുത്ത് ആദ്യയുടെ നമ്പർ ഡയൽ ചെയ്യാൻ ഒരുങ്ങി. അപ്പോഴാണ് അത് റിങ് ചെയ്തത്. അലൻ്റെ നമ്പറാണ് തെളിഞ്ഞത്. അവൾ ഉത്സാഹത്തോടെ ഫോൺ എടുത്തു. അല്ലുവേട്ടാ, സുഖാണോ കൊച്ചേ? അലൻ എപ്പോഴത്തെയും പോലെ ചോദിച്ചു. സുഖാണ്. അന്ന് പ്രൊഫസറേയും കൊണ്ട് പോയിട്ട് പിന്നെ അല്ലുവേട്ടനെ കുറിച്ചൊരു വിവരമില്ലല്ലോ. മനഃപൂർവ്വമല്ല കൊച്ചേ, ഹോസ്പിറ്റലിൽ നല്ല തിരക്കാണ്. എനിക്ക് വീട്ടിൽ പോകാൻ പോലെ സമയമില്ല. പിന്നെ ആദ്യം മാത്രം ഇടയ്ക്ക് കാണും. അവനെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഓവ് രണ്ട് കള്ളുകുടിയന്മാർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ രഹസ്യമൊക്കെ എനിക്കറിയാം. പാർവണ പറഞ്ഞത് കേട്ട് അലൻ പൊട്ടിച്ചിരിച്ചു. അവൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്കൊരൊറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ. കെട്ടുന്ന പെണ്ണ് അവൻ്റെ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടാക്കിയാലും അവനിടെ രണ്ട് താങ്ങിയാലും ഞങ്ങളുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കരുതേ എന്ന്. അത് കർത്താവ് ഈശോ മിശിഹ കാത്തു. ഇക്കുറി പൊട്ടിച്ചിരിച്ചത് പാർവണയാണ്. ഈ അല്ലുവേട്ടൻ്റെ ഒരു കാര്യം. ആ പറ കൊച്ചേ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിപ്പോൾ മൂന്നാറിലാണ്. മൂന്നാറിലോ? ആദ്യമില്ലാതെയോ? അവനിവിടെ ഉണ്ടല്ലോ. ഞാൻ ഉച്ചയ്ക്ക് മുന്നേ വിളിച്ചിരുന്നു. അപ്പോൾ നല്ല തിരക്കിലാണെന്ന് പറഞ്ഞു. പാർവണ യാത്ര പോകാനുണ്ടായ സാഹചര്യം അലനോട് വിശദീകരിച്ചു. ഷെടാ, വല്ലാത്തൊരു കഷ്ടമായല്ലോ. ഇതിപ്പോൾ കൊച്ചു അവരുടെ കൂടെ ഒറ്റയ്ക്കായത് കാരണം ആദ്യക്ക് ടെൻഷനായിരിക്കും. ആ എന്തായാലും നാളെ തിരിച്ചു വരുമല്ലോ അല്ലേ? ഇന്ന് രാത്രി കൂടി ക്ഷമിച്ചാൽ പോരെ? അതെ, അത് മാത്രമാണ് ഒരു സമാധാനം. അല്ലുവേട്ടൻ എന്നെ വെറുതെ വിളിച്ചതാണോ? ഞാൻ കൊച്ചിനെ നേരത്തെ വിളിക്കണമെന്ന് വിചാരിച്ചതാ. ആദ്യ കുറച്ച് ദിവസങ്ങളായി ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നല്ലോ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കൊക്കെ ഉണ്ടായിരുന്നു ഏട്ടാ. അന്ന് അല്ലുവേട്ടൻ്റെ പ്രൊഫസർ വന്ന ആ ദിവസം ഷികയും അനാമികയും കൂടി ഓരോന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ടാ ഞാൻ അടുക്കളയിൽ കയറിയത്. അതും ആദ്യേട്ടൻ്റെ വാക്ക് ധിക്കരിച്ചിട്ട്. അതിൻ്റെ പേരിൽ കുറച്ച് വിഷമങ്ങളുണ്ടായി. പാർവണ അന്നത്തെ കാര്യങ്ങൾ അലനോട് പറഞ്ഞു. ഓ അതാണല്ലേ. അല്ലാതെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട് മോളെ. എല്ലാം കൂടി ആയപ്പോൾ ആദ്യക്ക് ദേഷ്യം വന്നു കാണും. എന്ത് പ്രശ്നം? പാർവണ ഉത്കണ്ഠയോട് ചോദിച്ചു. ആ ശരവണൻ ജയിൽ ചാടിയെന്ന് കേട്ടു. നിന്നെ ടെൻഷൻ അടുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാവും ആദ്യം അത് പറയാതിരുന്നത്. എപ്പോ? പാർവണയുടെ ശബ്ദം വിറച്ചു. എൻ്റെ പ്രൊഫസർ വീട്ടിൽ വന്നതിൻ്റെ തലേ ദിവസം അവൾക്ക് ഭീതി തോന്നി. അവനെ കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുവരെ നമ്മൾ സൂക്ഷിക്കണം, അലൻ തുടർന്നു. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ആദ്യക്ക് വല്ലാത്ത സ്ട്രെസ്സാണ്. നമ്മുടെ കമ്പനി നൂതന ടെക്നോളജി ഉപയോഗിച്ചൊരു പുതിയ സ്മാർട്ട് ഫോൺ വികസിപ്പിച്ചിരുന്നു. 50ഓളം വിദഗ്ധരായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ ഒരു വർഷത്തെ കഷ്ടപ്പാടാണത്. ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിന് വേണ്ടി ലക്ഷ്യം വെച്ചിരുന്നത്. അതിറങ്ങിയാൽ കോടിക്കണക്കിന് രൂപയാണ് കമ്പനിയുടെ ലാഭം. അതുകൊണ്ട് തന്നെ ഭീമമായൊരു തുക ഇതിലേക്ക് ഇറക്കുകയും ചെയ്തു. ഐഡിയ ഫ്ലോപ്പായാൽ വൻ നഷ്ടം വരുന്നൊരു പ്രൊജക്റ്റാണിത്. പക്ഷെ മുഴുവനായും അല്ലെങ്കിലും അതിൻ്റെ ടെക്നിക്കൽ സീക്രട്ട് ആരോ ചോർത്തി നിരഞ്ജൻ അടിക എന്നൊരാളുടെ സായൂദ് എന്ന ഒരു ടെക് കമ്പനിക്ക് കൊടുത്തു. ഇന്ത്യയിൽ വളരെ ഫേമസ് ആയ ഒന്നാണ് സായൂദ്. പണത്തിന് വേണ്ടിയോ ശത്രുത കാരണമോ ആവാം ഇങ്ങനെ ചെയ്തത്. എനിക്ക് അവനെ നല്ല സംശയമുണ്ട്. നമ്മുടെ കമ്പനിയിലെ ആരോ അവൻ്റെ ആളായിരിക്കണം. സായൂദിന് ലീഗലായോ അല്ലാതെയോ നേരിടേണ്ടി വരും. ഇത്രയും വലിയ നഷ്ടം വന്നാൽ ആദ്യയുടെ ബിസിനസ് ജീവിതത്തിൽ കനത്ത ഒരടിയായിരിക്കും അത്. പാർവണയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ഇതൊന്നും ആദ്യേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടും. പറഞ്ഞ് കൊച്ചിനെയും കൂടി വിഷമിപ്പിച്ചിട്ട് എന്തിനാണ് എന്നോർത്ത് കാണും. കുട്ടിയോടെന്നല്ല, വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. അങ്കിളിനോടടക്കം. അറിഞ്ഞാൽ ആൾ വല്ലാതെ ടെൻസ്ഡാവും. അതുകൊണ്ടൊക്കെ ആദ്യം വല്ലാതെ മൂഡ് ഓഫാണ്. ആ കാര്യം ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. ഇപ്പോഴും അവനതിന് പിന്നാലെയുള്ള ഓട്ടത്തിലാണ്. പാവം, കുറച്ച് ദിവസങ്ങളായി കുറേ കാര്യങ്ങളിൽ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. തനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞതുമില്ല. ഇതൊന്നും അറിയാതെ അന്ന് ആ കുളക്കടവിൽ വെച്ചും അല്ലാതെയുമൊക്കെ വഴക്കിട്ടു. പാർവണയ്ക്ക് വേദന തോന്നി. അലൻ വീണ്ടും കുറച്ചു നേരം സംസാരിച്ചിട്ടാണ് ഫോൺ വെച്ചത്. അവൾ വെറുതെ ബെഡിൽ ചാരി കിടന്നു. വാതിൽ ചാരിയിടാനേ തോന്നിയുള്ളൂ. അപ്പുറത്തെ മുറിയിൽ ആളുകളുണ്ട്. പക്ഷേ അടച്ചിട്ട് കിടക്കാൻ വല്ലാത്തൊരു പേടി. അലൻ പറഞ്ഞ കാര്യങ്ങളും ശരവണന്റെ ഓർമ്മയും അവളെ ഭയപ്പെടുത്തി. ആദ്യേട്ടൻ്റെ തിരക്കുകൾ അല്ലുവേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് വിളിച്ച് ശല്യപ്പെടുത്താനും തോന്നുന്നില്ല. സംസാരിച്ചിരുന്നെങ്കിൽ ഒരു സമാധാനമായേനെ. രാത്രിയിൽ താൻ ഒറ്റയ്ക്കാണ്, അതറിയാം. പക്ഷേ ശരവണനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നെഞ്ചിലൊരു വിറയലാണ്. അയാളും അയാളുടെ അമ്മയുമൊക്കെ പകമുറ്റിയ പാമ്പുകളാണ്. അവളുടെ ചിന്തകൾ വീണ്ടും ആദിയിലേക്ക് തിരിച്ചുപോയി. പുറത്തുനിന്ന് ജനാലയുടെ തണുത്ത കാറ്റടിച്ചു.
ആ കിടപ്പിൽ പാർവണ അറിയാതെ മയങ്ങിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞു കാണണം. തന്റെ നേർക്ക് നിഴൽ പോലെ ആരോ വരുന്നതും കിടക്കയെ സമീപിക്കുന്നതും അവൾ അറിഞ്ഞില്ല. ഞൊടിയിട നേരത്തിൽ ഒരു തലയണ അവളുടെ മുഖത്തേക്ക് അമർന്നു. ഞെട്ടിയുണർന്ന പാർവണ ശ്വാസം മുട്ടി പിടഞ്ഞു. പാർവണ മരിക്കുകയായിരുന്നു. അവളിൽ നിന്ന് ചില ഞെരുക്കങ്ങളും കുതറലുകളും മാത്രമേ പുറത്തു വന്നുള്ളൂ. പിടയ്ക്കുന്ന കൈകൾ അയാളെ തടയാൻ വൃഥ ശ്രമിച്ചുകൊണ്ടിരുന്നു. സന്ധിബന്ധങ്ങളാകെ തകരുന്നതുപോലെ നാഡീഞരമ്പുകൾ തണുത്തു മരവിച്ചു. അവളുടെ ജീവശക്തിയാകെ ക്ഷയിച്ചു വന്നു. പ്രാണന് വേണ്ടിയുള്ള അവസാന പിടച്ചിലായിരുന്നു അവൾ. നിശബ്ദമാകുന്നതിന് മുന്നിലത്തെ വേദനാജനകമായ ഒരു നിലവിളി അവളുടെ തൊണ്ടയിൽ തങ്ങി നിന്നു. അവസാനം അവളുടെ ശരീരത്തിലെ അവസാനത്തെ പിടപ്പും നിലയ്ക്കുകയായിരുന്നു. അയ്യോ ആദ്യേട്ടാ, രക്ഷിക്കണേ! പാർവണ പെട്ടെന്ന് കുതറിപ്പിടഞ്ഞ് എഴുന്നേറ്റു. അപ്പോഴാണ് അതൊരു സ്വപ്നമാണെന്ന് മനസ്സിലായത്. എങ്കിലും അവൾ വല്ലാതെ ഭയന്നു പോയിരുന്നു. ആ തണുപ്പിലും അവളുടെ നെറ്റിയിലും മുഖത്തും വിയർപ്പ് കണങ്ങൾ മുട്ടിട്ടു. അവളുടെ ദേഹമാകെ വിറച്ചു. അവൾക്ക് ഉച്ചത്തിൽ പൊട്ടിക്കരയാൻ തോന്നി. കുറെ നേരം കഴിഞ്ഞിട്ടും കിതപ്പും ഭയവും അടങ്ങുന്നുണ്ടായിരുന്നില്ല. അവൾ വേദനയോടെ ആദ്യം ഓർത്തു. മരിക്കാൻ പോകുന്നു എന്ന് കരുതിയ നിമിഷത്തിലും താൻ അദ്ദേഹത്തിന്റെ പേരാണ് വിളിച്ചത്. തനിക്ക് ആ മനുഷ്യൻ മാത്രമാണ് ഏക അഭയവും സമാധാനവും. തന്റെ സന്തോഷവും അദ്ദേഹം മാത്രമാണ്. ഇനി ഒരിക്കലും ആ സുരക്ഷിതത്വം വിട്ട് താൻ അകലില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ അല്ലുവേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആള് മുള്ളിന്മേൽ നിൽക്കുകയാണ്. രാത്രിയാകുകയായിരുന്നു. പാർവണയ്ക്ക് ഒറ്റയ്ക്ക് മുറിയിലിരിക്കാൻ ഭയം തോന്നി. അപ്പോഴാണ് പുറത്തുനിന്ന് ഒരു വിളിയുടെ സ്വരം കേട്ടത്. പാർവണ, പാർവണ! നോക്കിയപ്പോൾ നീലിമയാണ്. ക്യാമ്പ് ഫയർ ഉണ്ട്, വരുന്നില്ലേ? അവൾക്ക് സത്യം പറഞ്ഞാൽ പോകണമെന്നില്ലായിരുന്നു. പക്ഷെ നേരത്തെ കണ്ട ദുസ്വപ്നം അവളെ വല്ലാതെ ഭയപ്പെടുത്തി. പകമുറ്റിയ ഇടുങ്ങിയ കണ്ണുകളായിരുന്നു അയാളുടേത്. രൂക്ഷമായി പേടിപ്പെടുന്ന നോട്ടം. പറ്റേ വെട്ടി മുടി. ആരാവാം അത്? എന്ത് സന്ദേശമാണ് ആ ദുസ്വപ്നം പകരുന്നത്? എന്താ പാർവണ, വരുന്നില്ലെങ്കിൽ പറയ്, ഞങ്ങൾക്ക് പോകണം. വരുന്നുണ്ട്. എന്തായാലും പേടി കൊണ്ട് ഇവിടെ ഇരിക്കാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും ഈ രാത്രി ഒന്ന് കഴിച്ചെടുക്കണം. നാളെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്താമല്ലോ. എന്നാൽ ശരി, വാ. എന്തെങ്കിലും എടുക്കണോ? ഷീറ്റോ മറ്റോ? നല്ല തണുപ്പല്ലേ? ഇവിടുന്ന് ഒരു 15 മിനിറ്റ് ദൂരം ഉണ്ടാവും. നമ്മൾ ജീപ്പിനാണ് പോകുന്നത്. അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷീറ്റൊന്നും പറ്റില്ല. പുതയ്ക്കാൻ കമ്പിളി തന്നെ വേണം. അത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. പാർവണ തലകുലുക്കി. മുറിയിൽ പോയി ഒന്ന് ഫ്രഷായി ഡോർ ലോക്ക് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുകയായിരുന്നു. രാജേട്ടൻ വിളിച്ചിരുന്നു അമ്മേ? പുറത്തേക്ക് നടക്കുമ്പോൾ ശ്രാവണി ഇന്ദിരയോട് ചോദിച്ചു. ഇല്ല അമ്മായി, കുറച്ചു മുൻപ് ആദ്യേട്ടൻ വിളിച്ചിരുന്നു. താമസ സൗകര്യമൊക്കെ ഓക്കെ അല്ലെന്ന് ചോദിച്ചു. ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. ആദിക്ക് വരണമെന്നുണ്ടായിരുന്നോ? വീടേ, ഇവിടെയൊക്കെ ഏട്ടന് വീട് പോലെയാണ്. അത്രയ്ക്ക് പരിചയം. അല്ലുവേട്ടൻ്റെ കൂടെ എത്രയോ തവണ വന്ന് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ഏട്ടനും കൂടി കുറേ തവണ വന്നിട്ടുണ്ട്. ആദ്യം വിളിച്ചെന്ന് കേട്ടപ്പോൾ പാർവണയ്ക്കൊരു ബുദ്ധിമുട്ട് തോന്നി. തന്നെ ഒന്നും വിളിച്ചില്ല, ഷികയെ വിളിച്ചു. വിവരമറിയാൻ ആരെങ്കിലും വിളിച്ചാൽ മതിയല്ലോ എന്നോർത്ത് കാണാം. ക്യാമ്പിലെത്തിയതും അവിടെ വേറെയും കുറച്ചാളുകൾ അല്പം മാറി തമ്പടിച്ചിരുന്നു. ആളിക്കത്തുന്ന തീനാളം, അതിലേക്ക് വിറക് കൂട്ടിക്കൊടുക്കുന്ന ഗാർഡ്സ്. അവിടെയുള്ള മിക്കവരും ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട്. ചിലർ കട്ടിയേറെ കമ്പിളി പുതച്ചുകൊണ്ടാണ് നടക്കുന്നത്. തണുപ്പ് അതിന്റെ പാരമ്യാവസ്ഥയിൽ എത്തിയിരുന്നു. പാർവണയുടെ ചുണ്ടും കൈകാലുകളും വിറച്ചു തുടങ്ങി. അവൾക്ക് സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് തോന്നി. ഹോട്ടലിൽ നിന്നിറങ്ങുമ്പോൾ ഇത്രയും പ്രശ്നമുണ്ടായിരുന്നില്ല. ശൈത്യത്തിന്റെ സൂചികൾ ശരീരത്തിലേക്ക് കുത്തിത്തറയ്ക്കുന്നത് പോലെ മറ്റുള്ളവരുടെ അവസ്ഥയും അതൊക്കെ തന്നെയായിരുന്നു. ഒന്ന് വേഗമാവട്ടെ മുത്തശ്ശി, ഞാനിപ്പോൾ തണുത്ത് ചാകും. ജീപ്പിൽ നിന്ന് പുതപ്പെടുക്കുന്ന ഇന്ദിരയോട് ഷിക പറഞ്ഞു. ഇന്ദിര ഷികയ്ക്കും ശ്രാവണിക്കും നീലിമയ്ക്കും ഓരോ ജാക്കറ്റ് എടുത്തു കൊടുത്തു. അവർ ഒരു കമ്പിളിയുടെ എടുത്ത് ആദ്യം തന്നെ ഷോൾഡറിൽ പുതച്ചു. തണുപ്പിനെ പ്രതിരോധിച്ച ഉടനെ എല്ലാവരുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. തനിക്കും കമ്പിളിയോ ജാക്കറ്റോ തരുമെന്ന് പാർവണ പ്രതീക്ഷിച്ചു. പക്ഷെ ഇന്ദിരെ അവളെ മൈൻഡ് പോലും ചെയ്തതേയില്ല. എന്നാലിനി നടക്കാം. എനിക്ക് പുതുപ്പ് തന്നില്ലല്ലോ? അവർ പറഞ്ഞത് കേട്ട് പാർവണ ആകുലതയോടെ ചോദിച്ചു.